നമസ്കാരം. അച്ഛാ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന് അതിലും കൂടുതൽ വിശദാംശങ്ങളുള്ള, കുറച്ചുകൂടി രഹസ്യ സ്വഭാവമുള്ള ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിലോ? ക്ലിങ്സ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗെനോ അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് പറയുന്ന, ഒരുപക്ഷേ ബൈബിളിന്റെ നഷ്ടപ്പെട്ടൊരു അധ്യായമെന്ന് പോലും പറയാവുന്ന ജൂബിലികളുടെ പുസ്തകത്തെക്കുറിച്ചാണ്. അതെ, ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മളെ ജൂബിലികളുടെ പുസ്തകം എന്ന ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ റീറ്റെയിലിംഗ് ആണെന്ന് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇത് ഉൽപ്പത്തിയിലെ അതേ കഥകളെ എടുത്ത് അതിലൊരുപാട് നിഗൂഢമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തെപ്പറ്റിയുള്ള ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അവകാശവാദമാണ്. ഇതാരെങ്കിലും ഇരുന്ന് എഴുതിയതല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വെളിപാടായി കിട്ടിയതാണെന്നാണ് പറയുന്നത്. അതാണ് ഇതിനെ ശരിക്കും വേറിട്ട് നിർത്തുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. സാധാരണഗതിയിൽ ഉൽപ്പത്തി പുസ്തകം പല കാലഘട്ടങ്ങളിലായി പല ആളുകൾ ചേർന്നെഴുതിയതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ജൂബിലികളുടെ പുസ്തകത്തിന് ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, അതും ഒരു മാലാഖ. സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ഈ മാലാഖ ലോകമുണ്ടായതു മുതലുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി ഒരു രഹസ്യം പോലെ പറഞ്ഞുകൊടുത്തു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. അപ്പോ എന്താണ് ഈ ജൂബിലികളുടെ പുസ്തകമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഇത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരുതരം ഓൾട്ടർനേറ്റ് വേർഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചിലരൊക്കെ ചെറിയ ഉൽപ്പത്തി എന്നൊക്കെ വിളിക്കുന്നത്. കഥകളൊക്കെ നമുക്ക് പരിചിതമായിരിക്കും, പക്ഷേ ഇതിനകത്തുള്ള ചില കൂട്ടിച്ചേർക്കലുകളും ദൈവശാസ്ത്രപരമായ ചില പ്രത്യേക ഊന്നലുകളും ഉണ്ടല്ലോ, അതാണ് ഇതിനെ ശരിക്കും സ്പെഷ്യലാക്കുന്നത്. അല്ല, ഒരു പഴയ പുസ്തകം എന്തിനായിരിക്കും സമയത്തെക്കുറിച്ചും കാലണ്ടറിനെക്കുറിച്ചുമൊക്കെ ഇത്രയധികം സംസാരിക്കുന്നത്? ഇവിടെയാണ് ജൂബിലികളുടെ പുസ്തകത്തിലെ ആദ്യത്തെ വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത്. ഈ പുസ്തകം ഒരു ദൈവീക കാലണ്ടറിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് വെറുതെ ഒരു കാലണ്ടറല്ല, ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവമുണ്ടാക്കിയ ഒന്നാണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഉൽപ്പത്തിയിൽ പറയുന്ന പോലെ തന്നെ ഇവിടെയും സൃഷ്ടി നടക്കുന്നത് 6 ദിവസം കൊണ്ടാണ്. അതൊക്കെ സെയിം തന്നെ. പക്ഷെ ജൂബിലീസ് 4ാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. അന്ന് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയത് വെറുതെയല്ല, മറിച്ച് കാലണ്ടറിനുള്ള അടയാളങ്ങളായിട്ടാണ് എന്നാണ് പറയുന്നത്. ഇത് ചെറിയൊരു ഡീറ്റെയിൽ അല്ല, കാരണം ഈ പുസ്തകമനുസരിച്ച് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആഘോഷങ്ങൾ നടത്തുന്നത് ദൈവവുമായുള്ള ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോ കാലണ്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ? അങ്ങനെ വരുമ്പോ നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട നമ്പറിലേക്ക് എത്തുന്നു, 364. ഇതാണ് ജൂബിലീസ് പറയുന്ന പെർഫെക്റ്റ് കാലണ്ടറിലെ ഒരു വർഷത്തിലുള്ള ദിവസങ്ങളുടെ എണ്ണം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 364ന് നമുക്ക് കൃത്യമായി 52 ആഴ്ചകളായിട്ട് ഭാഗിക്കാൻ പറ്റും. അതിന്റെ അർത്ഥമെന്താ? എല്ലാ വർഷവും ആഘോഷങ്ങളും വിശേഷ ദിവസങ്ങളുമൊക്കെ ഒരേ ദിവസം തന്നെ വരും, ഒരു കൺഫ്യൂഷനുമില്ല. ഇനി അടുത്തൊരു നിർണായക സംഖ്യയുണ്ട്, 49. അതെങ്ങനെയാ വരുന്നത്? 7 വർഷങ്ങൾ കൂടുന്നതിനെ ഇവരൊരു ആഴ്ച പോലെ കാണുന്നു. അപ്പൊ 7 അങ്ങനത്തെ വർഷങ്ങളുടെ ആഴ്ചകൾ ചേരുമ്പോൾ 7 ഗുണം 7 49 വർഷങ്ങളാകും. ഇതിനെയാണ് ഒരു ജൂബിലി എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് ഈ പേര് വരാനുള്ള കാരണം തന്നെ ഇതാണ്. കാലം അളക്കുന്നത് തന്നെ ഈ ജൂബിലി സൈക്കിൾസ് വെച്ചിട്ടാണ്. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും ത്രില്ലിംഗ്, ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു കഥയാണ്, വീണുപോയ മാലാഖമാരുടെ കഥ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് 1-2 വരിയിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ജൂബിലികളുടെ പുസ്തകത്തിൽ അത് തിന്മയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ളൊരു വലിയ ഇതിഹാസമായിട്ടാണ് വിവരിക്കുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നതിങ്ങനെയാണ്. യാറദിന്റെ കാലത്ത് കാവൽക്കാരെന്നറിയപ്പെടുന്ന കുറച്ചു മാലാഖമാര് ഭൂമിയിലേക്ക് വന്നു. അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നു കേട്ടോ, മനുഷ്യരെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാ, അവർക്ക് വഴികാട്ടുക, അങ്ങനെയൊക്കെ. പക്ഷേ അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഈ കാവൽക്കാർ മനുഷ്യ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. അവർ നിയമം ലംഘിച്ച് അവരെ ഭാര്യമാരായി എടുത്തു. ഈ ബന്ധത്തിൽ നിന്നാണ് ഭീമാകാരന്മാരായ രാക്ഷസന്മാർ ജനിക്കുന്നത്. പിന്നങ്ങോട്ട് ഭൂമിയിൽ മുഴുവൻ അക്രമവും അനീതിയുമായിരുന്നു. ഇവിടെയാണ് ഈ പുസ്തകം നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ തരുന്നത്. അതായത് ലോകത്തുള്ള ദുരാത്മാക്കളുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നതിനൊരു വിശദീകരണം. ഈ പുസ്തകം പറയുന്നത് എന്താന്ന് വെച്ചാൽ, പ്രളയത്തിൽ ആ ഭീമാകാരന്മാരായ രാക്ഷസന്മാരൊക്കെ നശിച്ചുപോയി അല്ലേ? അവരുടെ ശരീരം പോയെങ്കിലും ആത്മാക്കൾ ഇവിടെ തന്നെ നിന്നു. ആ ആത്മാക്കളാണ് ഇന്നും ലോകത്തിൽ മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ട് നടക്കുന്ന ദുരാത്മാക്കൾ എന്നാണ്. ഇതൊരു പുതിയ അറിവാണ്. ഓക്കെ, ആ കഥ അവിടെ നിൽക്കട്ടെ.
ഇനി നമുക്ക് പ്രളയത്തിന്റെ കഥയിലേക്ക് വരാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പ്രളയത്തിനു ശേഷം ദൈവം സ്ഥാപിക്കുന്ന ചില പുതിയ നിയമങ്ങളെക്കുറിച്ചാണ്. പ്രളയമൊക്കെ കഴിഞ്ഞ് ദൈവം നോഹയുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യർക്കിനി സസ്യങ്ങൾ മാത്രമല്ല മൃഗങ്ങളെയും ഭക്ഷണമാക്കാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രം, വളരെ കർശനമായൊരു നിയമം: രക്തം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നോ? കാരണം ജൂബിലീസ് അനുസരിച്ച് എല്ലാ ജീവന്റെയും ഉറവിടം രക്തത്തിലാണ്. രക്തച്ചൊരിച്ചിലുകൾ നിറഞ്ഞ ആ പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകത്തെ വേർതിരിക്കുന്ന ഏറ്റവും വലിയ നിയമം ഇതാണ്. ഇത് ലംഘിച്ചാൽ കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും ഈ പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമ്മള് ഈ പുസ്തകത്തിലെ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കടക്കുകയാണ്. ഇത് ലോകത്തിന്റെ ഒരുതരം വിശുദ്ധ ഭൂപടം പോലെയാണ്. പ്രളയത്തിനു ശേഷം നോഹയുടെ മക്കൾക്ക് വേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയെ എങ്ങനെയാണ് വിഭജിച്ചു നൽകിയത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്നതുപോലെ നോഹ നറുക്കിട്ടാണ് ഭൂമി തന്റെ 3 മക്കൾക്ക് വീതിച്ചുകൊടുത്തത്. ഷേമിന് കിട്ടിയത് ഏറ്റവും നല്ല ഭാഗമാണ്, അതായത് പുണ്യസ്ഥലങ്ങളൊക്കെയുള്ള മധ്യഭാഗം. ഹാമിന് കിട്ടിയത് ആഫ്രിക്കയൊക്കെ ഉൾപ്പെടുന്ന തെക്കുള്ള ചൂടുള്ള നാടുകളാണ്. യാഫത്തിന് യൂറോപ്പ് പോലുള്ള വടക്കുള്ള തണുപ്പുള്ള പ്രദേശങ്ങളും കിട്ടി. ഇത് വെറുമൊരു സ്ഥലക്കച്ചവടമായിരുന്നില്ല. ദൈവം തന്നെ അംഗീകരിച്ച, തലമുറകളോളം മാറ്റാൻ പാടില്ലാത്ത ഒരു ശാശ്വത വിഭജനമായിട്ടാണ് ജൂബിലീസ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്ന ഇത്രയധികം വിശദാംശങ്ങളൊക്കെയുള്ള ഈ ഒരു പുസ്തകം പിന്നെന്തുകൊണ്ടാണ് ഔദ്യോഗിക ബൈബിളിന്റെ ഭാഗമാകാതെ പോയത്? പല കാരണങ്ങളുമുണ്ടാകാം. ഒരുപക്ഷേ അതിൽ പറയുന്ന ആ 364 ദിവസത്തെ കാലണ്ടർ ആർക്കുമത്ര ദഹിക്കാത്തതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഈ വീണുപോയ മാലാഖമാരുടെയും ദുരാത്മാക്കളുടെയുമൊക്കെ കഥകൾ പിന്നീടുള്ള ദൈവശാസ്ത്രവുമായി ചേരാതെ പോയതുകൊണ്ടാവാം. കാരണം എന്തായാലും ശരി, ജൂബിലികളുടെ പുസ്തകം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ നമ്മൾ വായിച്ചറിഞ്ഞ ബൈബിളിന്റെ കഥയ്ക്ക് നമ്മൾ അറിയാത്ത ചില നഷ്ടപ്പെട്ട അധ്യായങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കാം.